എന്താ അമ്മയത്? അത് കുറച്ച് ചട്ടികളൊക്കെ അവർക്ക് എന്തിനാ അമ്മ ചട്ടികളൊക്കെ? സാധാരണ ചട്ടികളൊക്കെ എന്തിനാ? അതിന് തന്നെ അവർക്കും. ഓ, അതിന് തന്നെ ആവണമെന്നില്ലല്ലോ, വേറെന്തിനെങ്കിലും ആയിക്കൂടെ? ഓ അല്ല, വേറെ എന്തിനാ ഉപയോഗിക്കുന്നേ? എന്റെ പൊന്നുമോളൊന്ന് പറഞ്ഞേ. വേറെ വേറെ രുദ്രേ, വെറുതെ ആലോചിക്കണ്ട, വേറെ ഒന്നിനും യൂസ് ആക്കില്ലടി. പോടി ചേച്ചി, ഇവിടെ നിൽക്കാതെ എല്ലാം അകത്തോട്ട് വാ. അച്ഛൻ പടക്കം വാങ്ങി വന്നിട്ടുണ്ട്. ഹായ്, പടക്കം? അമ്മച്ചി നിക്ക്, ഞാനും വരുന്നു. ഏട്ടാ, നാളെ തന്നെ പോണോ? ഇന്നിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ശ്രീ, എനിക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ. കമ്പനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അത് എന്നാ പറഞ്ഞത്. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്യാൻസൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ശ്രീഷിത്തും ഇവിടെ ഇല്ല, ഞാനും ഇല്ല, കമ്പനിയിൽ ആരെങ്കിലും വേണ്ടേ. അഥവാ ശ്രീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അല്ലേ. അവിടുത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉടനെ വരുമല്ലോ ശ്രീ, നീ വിഷമിക്കാതെ. എന്നാ ശ്രീ, ഞാൻ പോവാണ്. ഡാഡി പോകണമെന്ന് നിർബന്ധമാണോ? ആണ് മോനെ, ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആ. അത് അറ്റൻഡ് ചെയ്തില്ല നമ്മുടെ കമ്പനിക്ക് തന്നെ ദോഷം. ഇപ്പൊ നീ കൂടെ അവിടെ ഇല്ലല്ലോ. ഓ ആണോ ഡാഡി? മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വരില്ലേ ഇങ്ങോട്ട്? ആ വരും മോനെ. അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തിരിക്കും ഇങ്ങോട്ട്. ആ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഡാഡി പോയിട്ട് വാ. എന്നാ ശരിടാ മക്കളെ, മമ്മിയെ നോക്കിക്കോണേ. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഡാഡി സേഫായിട്ട് പോയിട്ട് വാ. സാം, വാടോ, ടൈം പോകുന്നു. ഇതാ വരുന്നു ചെയ്യാം. എന്നാ ശരിടാ മക്കളെ. ശ്രീ, പോവാണേ. ആ ശരി ഏട്ടാ, പോയിട്ട് വാ. മക്കളെ, നിങ്ങക്ക് വിശക്കുന്നില്ലേ? എന്തേലും ഉണ്ടാക്കാന്ന് ചോദിച്ച സാധനം ഒന്നും ഇല്ലടാ. ഇങ്ങനെ വരുന്ന വഴിക്ക് എന്തേലും വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ അതിന്റെ കാര്യം ഞാൻ മറന്നും പോയി. എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വരാം മമ്മി. അതിന് നിനക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ലല്ലോടാ, പിന്നെ എങ്ങനെ പോവാനാ? മമ്മി, ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ഞാൻ അത് നോക്കി പോക്കോളാം. ഓ നല്ലതാ. എന്നിട്ട് എന്തിനാ വില കാട്ടിലും ചെന്ന് കയറാനോ? അതൊന്നും വേണ്ട. പിന്നെ എന്ത് ചെയ്യാനാ മമ്മി? ഒരു വഴിയുണ്ട്, നീ വാ. എങ്ങോട്ട്? നീ വാട ചെക്ക. ലച്ചു, ലച്ചു. ശ്രീനു അമ്മയോ? എന്താ അമ്മേ? മോളെ, അമ്മ എന്തി? അമ്മ ഇവിടെ ഇല്ല ശ്രീനു അമ്മേ. ഇല്ലേ? എവിടെ പോയി? അതിവിടെ അടുത്തുള്ള വീട് വരെ പോയിരിക്കാം. വീട് വരെയോ? എന്തിന്? അതോ, ഒരു ലോണിന്റെ പൈസ അടയ്ക്കാൻ പോയിരിക്കുക. ഓ ആണോ? മോളെ ഒരു ഹെൽപ്പ് ചെയ്യോ? പിന്നെന്താ ചെയ്യാലോ. എന്ത് ഹെൽപ്പാ വേണ്ടേ അമ്മേ? അതെ മോളെ, നീ ഇവന്റെ കൂടെ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോവോ? ഇവനാണെങ്കിൽ ഇവിടെ ഒന്നും പരിചയമില്ലല്ലോ, നിനക്കാവുമ്പോ ഇവിടൊക്കെ അറിയാലോ, ഒന്ന് കൂട്ടുപോവോ? അല്ല, ഈ രാവിലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ എന്തിനാ പോന്നേ? ആ ലച്ച് വന്നോ? അതല്ലടി, ഇന്നലെ ഞാൻ സാധനം ഒന്നും വാങ്ങിയില്ലായിരുന്നു. വരുന്ന വഴിക്ക് വാങ്ങാന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നുപോയി. ഓ ആണോ? അപ്പൊ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലേ നീ? ഇല്ല ലച്ചു, എങ്ങനെ ഉണ്ടാക്കാനോ, സാധനം ഒന്നും ഇല്ല. എന്നാ നിങ്ങൾ ഇന്ന് പോരെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇവിടുന്ന് കഴിക്കാം. അതൊന്നും കുഴപ്പമില്ലടി. എന്നാ എനിക്ക് കുഴപ്പമുണ്ട്. മര്യാദക്ക് നീ വന്നോണം കേട്ടല്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ആ ശരി, ഞാൻ വരാം എന്റെ പൊന്നോ. പക്ഷെ എന്തായാലും സാധനം വാങ്ങിക്കണമല്ലോ, അപ്പൊ പോയല്ലേ പറ്റൂ. ആ അത് നേരാ. എന്നാ രുദ്ര, നീ ഹർഷമോന്റെ കൂടെ പോയിട്ട് വാടി. ആ അമ്മ, എന്റെ ദൈവമേ,
അല്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇയാളുടെ കൂടെ പോകും? പിന്നെ കോളേജെങ്കിലും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. പുല്ല്. അല്ല, രുദ്രമ്മക്ക് ഇന്ന് കോളേജ് ഇല്ലായിരുന്നോ? അത് അവരുടെ കോളേജിലെ ഏതോ മിസ് മരിച്ചു, അതുകൊണ്ട് പിള്ളേർക്കൊക്കെ അവധി കൊടുത്തേക്കുക. ഓ ആണോ? എന്നാ ശരി മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. എന്റെ ദൈവമേ, അമ്മ ഇങ്ങനെ ഒരു പണിയെ തരുന്നെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ. അയ്യോ, ഇവളോട് ഞാൻ എങ്ങനെ അവിടെ വരെ പോകുന്നു? വല്ല എക്സ്ട്രോവേർട്ടായിട്ടും ജനിച്ചാ മതിയായിരുന്നു. ഓ, ഇത് കൊറേ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കൊന്ന് സംസാരിച്ചൂടെ? ഇങ്ങനെ ഇനി ഓമ വല്ല ആണോ? എന്റെ ദൈവമേ. ഇവളെന്തോന്ന് സംസാരിക്കാത്തെ? ഓ ഹർഷ, അവൾ എന്തേലും സംസാരിക്കണമെങ്കിൽ നീ എന്തേലും സംസാരിക്കണ്ടേ? യു ക്യാൻ ഡു ഇറ്റ് ഹർഷ. എന്തേലും ചോദിക്കടാ, അവളോട് എന്തേലും ചോദിക്ക്. ചോദിക്കാം. ഹലോ, വാട്ട്സ് യുവർ നെയിം? ദൈവമേ, ഇംഗ്ലീഷ്. എന്റെ ദൈവമേ, പെട്ടെന്ന് തോന്നുന്നു. മൈ നെയിം ഇസ് അനുരുദ്ര. ആൻഡ് യു? I'm Harshan Samal. ഓ, നൈസ് നെയിം. താങ്ക് യു. ദൈവമേ, ഇനി എന്താ ചോദിക്കാം? കിട്ടി. What are you doing now? വർക്കിംഗ്. വോക്കിങ്ങോ? ഇവളെന്താ തേങ്ങ ഈ പറയുന്നത്? ഞാൻ എന്താ ചോദിച്ചാ ഇവളെന്താ ഈ പറയുന്നത്? I didn't mean that. I mean, what do you do? Study or job? അതായിരുന്നു ഉദ്ദേശിച്ചത്. അയ്യോ രുദ്രേ, നാണം കെട്ടടി, നാണം കെട്ട്. അയ്യോ, വില പോയല്ലോ. ഓ സോറി, ഐ ആം എ ഡിഗ്രി സ്റ്റുഡന്റ്. Oh, I see. Okay. ദൈവമേ, ഇനി എന്താ ചോദിക്കാ? ഇങ്ങേർക്ക് വല്ല മലയാളം സംസാരിച്ചോടെ? ഓ രുദ്രേ, അങ്ങേര് കൊറിയക്കാരുടെ മലയാളിയല്ല, നീ അത് മറക്കരുത്. അയ്യോ, ഓ സോറി, എന്താ ചെയ്യുന്നേന്ന്? ഓ എഗെയിൻ സോറി. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. എന്നിട്ട് താൻ അത്യാവശ്യം എല്ലാത്തിനും മറുപടിയൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടാ? ഐ നോ ഇംഗ്ലീഷ് ബട്ട് ഐ കാൺട്ട് സ്പീക്ക്. നിങ്ങളിപ്പോ മലയാളമല്ലേ സംസാരിച്ചേ? അപ്പൊ നിങ്ങൾക്ക് മലയാളം അറിയോ? പിന്നെ നന്നായി തന്നെ അറിയാം. ഓ താങ്ക് ഗോഡ്. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന്. എനിക്ക് ഒന്നാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. പക്ഷെ സംസാരിക്കാൻ മാത്രം എന്തോ മനസ്സിലുണ്ട്, പക്ഷെ പുറത്തോട്ട് വരത്തില്ലെന്ന്. മനസ്സിലുള്ളത് പുറത്തോട്ട് വരുമ്പോ പൊട്ടത്തരം മാത്രമായിരിക്കും പറയുന്നത്. അതാ. അല്ല, ഏട്ടൻ എങ്ങനെ മലയാളം അറിയുന്നേ? എക്സ്ക്യൂസ് മീ, എന്റെ അമ്മ മലയാളിയാണ്, അത് താൻ മറന്നു. എന്നാലും അമ്മ മലയാളിയാണെന്ന് വെച്ച് മകൻ മലയാളം സംസാരിക്കണമെന്നില്ലല്ലോ. അത് പോയിന്റാ. ബട്ട് എന്റെ ഡാഡിയും മമ്മിയും മലയാളം സംസാരിച്ച മകനും സംസാരിക്കും. അത് നേരാ, അങ്കിളിന് മലയാളം അറിയാലോ. അല്ല, ശ്രീനുമ്മയും നിങ്ങളുടെ അച്ഛനെ എങ്ങനെ കണ്ടുമുട്ടിയേ? അത് ഡാഡിയുടെ PA ആയിരുന്നു മമ്മി. അപ്പം ഓൾറെഡി മലയാളം ലാംഗ്വേജിനോട് ക്രേസ് ആയിരുന്ന ഡാഡിക്ക് മലയാളം സംസാരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മലയാള പെൺകുട്ടിയോട് തോന്നിയ ഒരു ആരാധന, അത് പിന്നീട് പ്രണയത്തിലോട്ട് വഴുതി മാറി എന്നൊക്കെ പറയൂലേ, അങ്ങനായി. പിന്നീട് ഡാഡി മമ്മീനെ പ്രപ്പോസ് ചെയ്തു. തൻ്റെ ഭാഷ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്ക് തന്നെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിൽ മമ്മി എസും പറഞ്ഞു. അങ്ങനെ അവർ പ്രേമിച്ചു, കല്യാണം കഴിച്ചു, പിള്ളേരായി, ഇപ്പം ഇവിടെ വരെ വന്ന് നിൽക്കുന്നു. അതാണ് അവരുടെ ലവ് സ്റ്റോറി. അത് കൊള്ളാലോ, ഒരു വെറൈറ്റി സ്റ്റോറി. ഇതാണ്ട് ഷോപ്പ് എത്തിയല്ലോ. ഓ, എത്തിയോ? வெண்ணிலவு சாரல் நீ வீசும் குளிர் காதல் நீ ஆசை வந்து ஆசை தீர ஆடுகின்ற ஊஞ்சல் நீ கொட்டும் பனி மாயம் நீ கோடை வெயில் சாயம்
പെണ്ണേ അല്ല അനുരുദ്രേ, തനിക്ക് ലവർ ഉണ്ടോ? ലവറോ? ഏയ് ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ് വെറുതെ ചോദിച്ചതാടോ. പിന്നെ അനുരുദ്ര, താൻ ഏത് ഇയറായി? ഹർഷേട്ടാ, എന്നെ അനുരുദ്രാന്ന് വിളിക്കണ്ട. ജസ്റ്റ് രുദ്രാന്ന് വിളിച്ചാൽ മതി. എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടവും. അതുകൊണ്ട് രുദ്രാന്ന് വിളിച്ചാൽ മതി. ഓക്കെ രുദ്ര. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ഫൈനൽ ഇയർ ആട്ടാ. അമ്മേ, कहानी हमारी फसाना हमारा गमों ने सुनाया दोबारा दोबारा എന്താണ് എന്റെ രുദ്രേ, നോക്കിയൊക്കെ നടക്കണ്ടേ? ഹർഷേട്ടന്മാർ രുദ്രേ, താൻ എന്തിനാ ഇത്ര നെർവസ് ആവുന്നേ? ഞാൻ വീരാതിരിക്കാൻ അതിനെ പിടിച്ചതാടോ, ഇല്ലാതെ മനഃപൂർവ്വം പിടിച്ചതല്ല. അല്ല ഹർഷേട്ടാ, അതല്ല. അത് നമ്മളിങ്ങനെ നിക്കുന്നത് ആരെങ്കിലും കണ്ടോണ്ട് വന്നാ ചിലപ്പോ തെറ്റിദ്ധരിച്ചാലോ, ആ ഒരു പേടിയിൽ ഞാൻ അങ്ങനെ പെരുമാറിയേ. സോറി ഹർഷേട്ടാ. അതിനെന്താ? അതിനൊക്കെ ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാള് കണ്ടെന്ന് വെച്ച് എന്താ കുഴപ്പം? അങ്ങനല്ല ഏട്ടാ, ആ ഒരാള് കണ്ടാ മതി, പിന്നെ ഈ നാട് മൊത്തം അറിയും. അതും വേറെ രീതി വല്ലതായിരിക്കും പറഞ്ഞു പറ്റുന്നത്. അതെന്താ അങ്ങനെ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഇവിടൊക്കെ അങ്ങനെ ഏട്ടാ. എന്തിനാ എന്റെ ഭാവി തന്നെ നശിക്കാൻ ഇതുപോലെ ചില കാര്യങ്ങൾ മതി. വട്ടം. എന്തായാലും ഓരോ നാട്ടിലായാലും നല്ലത് മാത്രം അല്ലല്ലോ, ചില മോശം കാര്യങ്ങളും ഉണ്ടാവും. അതെന്തായാലും വിട്. നടക്ക്, നമുക്ക് പോവാം. ഹർഷേട്ടൻ എന്റെ വീടെത്തി. ഞാൻ എന്നാ പോവാ. ഹർഷേട്ടൻ പൊക്കോളൂല്ലോ. എന്നാ ഓക്കേടാ, ബൈ, പിന്നെ കാണാം. കർത്താവെന്നെ കൽപ്പിച്ചപ്പോ പിച്ച മനസ്സിൽ ഞാനൊരു നല്ല പെൺകുട്ടിക്ക് ഇടം കൊടുത്തില്ല. കൊടുത്തല്ലോ, അങ്ങനാണല്ലോ പാട്ട്. കൊടുക്കണോ? വേണേ കൊടുക്കാം, എനിക്ക് കുഴപ്പമില്ല. എന്നാ എനിക്ക് കുഴപ്പമുണ്ട്. എന്താടാ അവിടെ? നിനക്കെന്താണ് ഇത്ര ഇളക്കം? എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഹർഷ. ആ പെണ്ണിനെ കാണുമ്പോ പൊന്നുമോന് കുറച്ച് ഇളകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എവിടം വരെ പോവാന്ന് നോക്കട്ടെ. എന്നാലേ എന്റെ പൊന്നുമോൻ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവളെന്റെ ഫ്രണ്ടാ. അതിന് എന്തിനാ വേറെ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നേ? രുദ്ര പറഞ്ഞത് നേരെ, എല്ലായിടത്തും പരിദൂഷണം പറയുന്ന ആൾക്കാരാ ബ്ലഡി ഗ്രാമവാസി. എന്റെ ഹർഷ, നിന്നെ എനിക്കറിയില്ലേടാ. ചെല്ല്.
മക്കളെ, ലച്ചു എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. നമുക്കെന്നെ അങ്ങോട്ട് പോവാം. ഇപ്പൊ തന്നെ പോണോ അമ്മേ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാ പോരെ? അതല്ലടാ, ഫുഡ് അവിടുന്ന് തന്നെ കഴിക്കാനാ. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നമുക്ക് അവിടുന്ന് കഴിക്കാം. ലച്ചു എന്നെ വിളിച്ചല്ലേ, പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് തന്നെ കഴിക്കാം. നിങ്ങള് വാ, നമുക്ക് പോവാം. ഇനിയും താമസിച്ച അവള് വിചാരിക്കും ഞാൻ ചെല്ലത്തില്ലെന്ന് വിചാരിക്കും. ഓ ആണോ? എന്നാ വാ നമുക്ക് പോവാം. ഡാ വാ നമുക്ക് പോവാം. ആ, വന്നോ നിങ്ങള്? ഞാൻ വിചാരിച്ചു ഇത്ര താമസിച്ചപ്പം ഇനി വരത്തില്ലായിരിക്കും. എന്തെങ്കിലും കേറി വാ, അവിടെ തന്നെ നിക്കാതെ. വാ മക്കളെ. മോളെ അനു, ഇവർക്ക് ചായ എടുക്കടി. അമ്മ വരുന്നു. എന്റെ ലച്ചു, ചായ ഒന്നും വേണ്ടടി. ചായ ഒക്കെ കുടിച്ചിട്ടാ വന്നത്. ഇതിപ്പോ നിന്റെ പെരുമാറ്റം കണ്ട അന്യരെ പോലാണല്ലോ. ഞാൻ നിനക്ക് അങ്ങനാണോ ലച്ചു? വീട്ടിലോട്ട് കയറി വരുന്നവർക്ക് ചായ കൊടുത്ത് സ്വീകരിക്കുന്നതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അതിപ്പം അന്യര് തന്നെ ആവണമെന്നില്ലല്ലോ. സ്വന്തക്കാരാവാം, ബന്ധുക്കളാവാം, കൂടപ്പിറപ്പുകളാവാം, ആരും ആവട്ടെ, നമ്മള് വീട്ടിൽ വരുന്നവർക്ക് ചായ കൊടുക്കുന്നതല്ലേ നമ്മുടെ ഒരു മര്യാദ. എന്റെ ലച്ചു, നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നല്ല. പിന്നെ മക്കളെ, ഇന്നലെ ചട്ടിവിളക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് കത്തിച്ചോ എല്ലാരും? ഓ കത്തിച്ചു സീതാന്റി. അതെന്തായാലും നന്നായി. പിന്നെ മക്കളെ, നിങ്ങൾ എന്റെ മക്കളല്ലേ, അപ്പൊ ഞാൻ കുറച്ച് അധികാരം എടുക്കുമെന്ന് കൂട്ടിക്കോ. എന്റെ മക്കളാണെങ്കിൽ ശ്രീനെ കയറി ശ്രീനു അമ്മ എന്നല്ലേ വിളിക്കുന്നേ. അപ്പൊ എനിക്കൊരാഗ്രഹം, നിങ്ങൾ എന്നെ കയറി സീതാമ്മ എന്ന് വിളിച്ചാൽ മതി. സീതാഞ്ചിന്ന് വിളിക്കണ്ട, അത് കേൾക്കുമ്പോ എന്തോ പോലെ. എന്താ അങ്ങനെ വിളിക്കില്ല എന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മ, ഞങ്ങളും അമ്മ തന്നെ വിളിച്ചോളാം. ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി ചർച്ച. പിന്നെ ലച്ചു, ജയേട്ടൻ എപ്പോഴാടി വരുന്നേ? ഏട്ടൻ വൈകിട്ടാവൂടി വരാൻ. അല്ല, നിനക്കിന്ന് ഫാർമസിയിലൊന്നും പോകണ്ടായിരുന്നു? വേണമായിരുന്നടേ, പക്ഷെ ഞാൻ ഇന്നും കൂടെ അങ്ങ് ലീവ് എടുത്ത്. ഓ ആണോ? അതാ ഞാനും ഓർത്തെ നിനക്കിന്ന് പോകണ്ടായിരുന്നോന്ന്. എന്നാ എല്ലാരും വാ, നമുക്ക് കഴിക്കാം. സമയം ഒരുപാടായില്ലേ. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പി തരാം. വേണ്ടമ്മേ, ഞാൻ വിളമ്പാം. അമ്മ ഇരിക്കേ. എന്നാ മോള് വിളമ്പട്ടടി, നീ ഇവിടെ ഇരിക്കേ. അമ്മ കുറച്ച് കറി തരുമോ? മോളെ അനു, കുറച്ച് കറി എടുത്ത് കൊടുക്കടി. മതി, താങ്ക് യു. மனம் கலங்கி புலம்புகிறேன். கூந்தல் நெளிவில் எழில் கோலச்சரிவில், கூந்தல் நெளிவில் எழில் கோலச்சரிவில் கருவம் அழிந்ததடி, என் கருவம் அழிந்ததடி. അയ്യോ, ഇവിടെ ടവലില്ലല്ലോ. ഇപ്പൊ ആരോടാ ചോദിക്കുന്നത്? ഇവളോട് ചോദിച്ചു നോക്കാം.
എക്സ്ക്യൂസ് മീ. യെസ്. അയ്യോ, ഏട്ടനായിരുന്നു. എന്താ ഏട്ടാ? അത് ടവലുണ്ടോ? ഹാൻഡ്സ് ഒന്ന് വൈപ്പ് ചെയ്യാനായിരുന്നു. ആ, ഉണ്ടല്ലോ. ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ആ, ഓക്കെ. ഇതാ സിദ്ധു കേട്ടോ. ഓ, താങ്ക് യു. അല്ല, എൻ്റെ പേരെങ്ങനെ? ഓ, അതോ, ശ്രീനോന്ന് വിളിക്കുന്ന കേട്ടായിരുന്നു. ഓ, അങ്ങനെ. ഹേ ഹർഷേട്ടോ. ഹലോ മിസ് അനിരുദ്ര ജയറാം, എന്താണ് പരിപാടി? ഓ, എന്ത് പരിപാടി എന്റെ ഹർഷേട്ടാ. ഞാനിവിടെ ബോറടിച്ചിരിക്കുക. ഓ, ആണല്ലേ. ഞാനും ബോറടിച്ചിരിക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും ഉച്ചവരെ ഇവിടെ ഉണ്ടാവില്ലേ? യാ, ഉണ്ടാവും. സീതാമ്മ ലഞ്ച് കഴിച്ചിട്ടേ വിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും നന്നായി. അതാവുമ്പോ എനിക്കൊരു കമ്പനി ആവുമല്ലോ. അതെന്താ, നിന്റെ ചേച്ചിമാരില്ലേ? അവര് കമ്പനി ആയില്ലേ നിനക്ക്? ഉവ്വ, തരും കൊറേ. അതെന്താണ് മേഡം അങ്ങനൊരു ടോക്ക്? അതോ, അണിച്ചേച്ചിയുടെ കാര്യം പറയണ്ട. ഏതു നേരവും കിച്ചണിലായിരിക്കും. പിന്നെ അമ്മൂന്റെ കാര്യം പറയുവാണെങ്കിൽ അവൾ ഏത് നേരവും സ്കൂളിൽ എന്തെങ്കിലും വർക്കും ചെയ്തോണ്ടിരിക്കുവായിരിക്കും. പിന്നെ നൈറ്റ് ആവും എല്ലാരും ഒന്ന് ഫ്രീ ആണെങ്കിൽ, അറിയോ? ഓ, സോ സാഡ്. അപ്പൊ ഇതുപോലെ ഹോളിഡേയ്സ് ഒക്കെ നീ ശരിക്കും ബോറടിച്ചിരിക്കുമായിരിക്കും അല്ലേ? ശരിക്കും ആയിരിക്കുമെന്നോ? നല്ലോണം ആയിരിക്കും. അല്ല രതേ, ഇന്ന് ഇവർക്ക് ആർക്കും പോകണ്ടായിരുന്നോ? വേണമായിരുന്നു. പിന്നെ അമ്മയും അമ്മു ചേച്ചിയും ലീവ് എടുത്ത്. പിന്നെ അനുചേച്ചിക്കാണെങ്കിൽ സാറ്റർഡേ സൺഡേ പോയാൽ മതി. ഓ, ആണോ? എന്നാ രുദ്രേ, നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോയാലോ? ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. നമുക്ക് ബീച്ചിൽ പോയാലോ? യാ, ദാറ്റ്സ് നൈസ്. നമുക്ക് പോവാം. ഞങ്ങൾ കൊറിയയിലായിരിക്കുമ്പോൾ അധികം ഇങ്ങനെ ബീച്ചിലൊന്നും പോവാറില്ലായിരുന്നു. ഓ, അതെന്താ? ടൈം കിട്ടാറില്ലല്ലോ. ഡാഡിയും ശ്രീയേട്ടനും ആണെങ്കിൽ കമ്പനി പോവും, സിദ്ധു ആണെങ്കിൽ അക്കാഡമിയിൽ പോവും, പിന്നെ ഞാനാണെങ്കിലും പ്രോഗ്രാമിനും അതുപോലെ തന്നെ പ്രാക്ടീസിനും ഒക്കെയായി അങ്ങനെ നടക്കും. പിന്നെ ആകെക്കൂടെ കിട്ടുന്നത് സൺഡേ ആയിരിക്കും. പക്ഷേ അപ്പം ചിലപ്പോൾ എങ്ങോട്ടും പോകാനും തോന്നത്തില്ല. അതാണ്. നന്നായിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ എല്ലാ സൺഡേ ദിവസവും ഞങ്ങൾ 3 പേരും ഇവിടെ ചട്ടം കെട്ടും എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകാൻ വേണ്ടി. മിക്ക സൺഡേകളിലും പോവാറുമുണ്ട് ഞങ്ങള്. അതെന്തായാലും നല്ലതാ. നീ വാ, നമുക്ക് എന്നാ എല്ലാവരോടും കൂടെ ഒന്ന് ചോദിക്കാം. നമുക്ക് ചോദിക്കാം, വാ. ലച്ചു, അനുമോൾ എന്തേടി? അവൾ അടുക്കളയിലുണ്ടടി. ബാക്കി 2 പേരുമോ? അമ്മ എന്തോ നോട്ട്സ് അങ്ങാണ്ട് പ്രിപ്പയർ ചെയ്യുവാടി. പിന്നെ രുദ്ര കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവിടെ പോയോ എന്തോ ഈ പെണ്ണ്? അല്ല, മക്കളെന്തോ ഒന്നും മിണ്ടാത്തേ? അത് സീതാമ്മേ, നിങ്ങൾ സംസാരിക്കല്ലായിരുന്നു, അതാ. ഓ, നല്ല ന്യായം. അല്ല, ശ്രീമോന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അത് നന്നായി പോകുന്നുണ്ട് അമ്മേ. അല്ല മോനെ, ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, നീ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലേ? അതോ ഇവിടുത്തെ മൂത്ത സന്താനത്തെ പോലെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുവാണോ നീയും? ആ, അങ്ങനെ ചോദിക്കലച്ചു. എങ്ങനെ കെട്ടാനാ ഇവൻ? കമ്പനി എന്ന് പറഞ്ഞ് നടക്കുവല്ലേ. എന്തിനാ, സാമേട്ടന് പോലും ഇല്ലാത്ത തിരക്കാ ഇവനുള്ളത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വല്ല കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞു ചെന്നാ ഇവന്റെ തലയ്ക്കകത്ത് വല്ലതും കേറുവോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല സീതാമ്മേ. എനിക്ക് ആരെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോ എനിക്ക് തന്നെ കിട്ടും. അല്ല ലച്ചു, സീതമോൾ എന്താ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു നിക്കണേ? അതോ, അവളും ഇതുപോലെ തന്നെ നിക്കുവാ, സമയമാകുമ്പോ ആരെങ്കിലും വരുന്നതും നോക്കി. ഈ കുട്ടികളുടെ ഒക്കെ ഒരു കാര്യം, നല്ല പ്രായത്തിൽ കെട്ടാനുള്ളതിന്. അതെ, പിന്നെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ അവളെ നിർബന്ധിക്കാനൊന്നും പോവില്ലടി. ഞങ്ങളുടെ മോളുടെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വലുത്. പിന്നെ ഒരമ്മ എന്ന സ്ഥിതിക്ക് എനിക്ക് പേടി ഉണ്ടാവില്ലേ ശ്രീ? നാളെ ഞങ്ങളൊക്കെ പോയാലും അവൾക്ക് ആരെങ്കിലും കൂട്ട് വേണ്ടേ? എത്ര കാലമെന്ന് വെച്ചാ അവളെ ഞങ്ങളുടെ ചെറിയൻ്റെ ഇടയിൽ ഇതുപോലെ ഒളിപ്പിച്ചു പിടിക്കാൻ കഴിയുക? പ്രായം കൂടിക്കൂടി വരികയാ. ഞങ്ങളുടെ കണ്ണുണ്ടായിരുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ കല്യാണം കാണണം. അതെന്റെ ഏറ്റവും വലിയ സ്വപ്ന.
ഒരു പക്ഷെ ജയേട്ടൻ അത് പറയുന്നില്ലെന്നേ ഉള്ളായിരിക്കും, പക്ഷെ അങ്ങയുടെ മനസ്സെനിക്കറിയാം. അദ്ദേഹം ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇത്ര അധികം വിഷമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എൻ്റെ ദൈവമേ. അവരെയും തെറ്റു പറയാനാവില്ലല്ലോ. ഏതൊരു അച്ഛനും അമ്മയായാലും മക്കളുടെ ഭാവി സ്വപ്നം കാണാതിരിക്കില്ലല്ലോ, അവരുടെ കല്യാണത്തെ പറ്റി ചിന്തിക്കാതിരിക്കില്ലല്ലോ. ഇല്ല, ഇനി എൻ്റെ അച്ഛനെയും അമ്മേനെ ഞാൻ വിഷമിപ്പിക്കില്ല. ഇന്ന് തന്നെ അവരോട് പറയണം എനിക്ക് കല്യാണം കഴിക്കുന്നതിനോട് സമ്മതമാണെന്ന്. എനിക്ക് യോജിച്ച ആളെ അവർ തന്നെ കണ്ടെത്തട്ടെ. എന്താണ് ഇവിടെ ഒരു ഗൂഢമായ ചർച്ച? ഞങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നതാണോ? അതിന് മാത്രമൊന്നും ഇല്ലടി. അല്ല, എന്റെ മോൾ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നമ്മേ. പിന്നെ അമ്മേ, സീതാമ്മേ, നമുക്കിന്ന് എല്ലാവർക്കും കൂടെ പുറത്തു പോയാലോ? പുറത്തോ? എവിടേക്ക്? അതമ്മേ, നമുക്കെല്ലാവർക്കും കൂടെ ഇന്ന് ബീച്ചിൽ പോയാലോ? പിന്നെന്താ മക്കളെ, പോവാലോ. ലച്ചു എന്ന് പറയുന്നടി? ഞാനും ഓക്കെ അടി, നമുക്ക് പോവാം. എങ്ങോട്ട് പോകുന്ന കാര്യമാണ് എല്ലാരും സംസാരിക്കുന്നത്? അത് മോളെ, വൈകിട്ട് എല്ലാവർക്കും കൂടെ ബീച്ചിൽ പോയാലോ എന്ന് ചോദിക്കുമായിരുന്നു. വാവ്, അത് നല്ല ഐഡിയ. എന്നാ പോവാം. ആ, എന്നാ നിങ്ങൾ ചെന്ന് അനുവിനോടും കൂടെ പറ. ഞാൻ ജയേട്ടനെ വിളിച്ചിട്ട് നേരത്തെ വരാൻ പറയാം. അല്ല അമ്മേ, എല്ലാരും കൂടെ എങ്ങനെ പോവാനാ? അത് നേരാണല്ലോ ലച്ചു. ഏയ്, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. വണ്ടി നമുക്ക് റെന്റിന് എടുക്കാം. ഈ കുറഞ്ഞ സമയം കൊണ്ട് റെന്റിന് എവിടുന്ന് കിട്ടാനാ? അത് ജയേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ വിളിച്ചാൽ മതി. എപ്പോ വേണേലും വണ്ടി കൊണ്ടുതരാൻ അങ്ങേര് റെഡിയാ. ഓ ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. സീതമ്മ കുറച്ച് വെള്ളം തരുമോ? മോനെ, നീ അടുക്കളയിലോട്ട് ഇല്ലേ? അവിടെ അനു ഉണ്ട്, അവളോട് പറഞ്ഞാൽ മതി, അവൾ എടുത്തു തരും. അതല്ല, ഇനി തണുത്താള വേണ്ടെങ്കിൽ ഫ്രിഡ്ജിലുണ്ട്, മോൻ എടുത്തോ. ആ, ഓക്കെ അമ്മേ. കുറച്ച് വെള്ളം തരുമോ? ഹലോ ഗായ്സ്, ഞാൻ രുദ്ര. പിന്നെ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ, എന്നെ അറിയാലോ. എന്താടി? ഓ, വായും പൊളിച്ച് എന്റെ മോന്തയ്ക്ക് നോക്കിയിരിക്കാതെ ഇൻട്രോ പറഞ്ഞ മനുഷ്യ. ഞാൻ ഹർഷൻ. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കഥയൊക്കെ? കണ്ടിടത്തോളം ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. അതിലൊരാളാണ് അശ്വതി, അനു. പിന്നെ ഒരാളുടെ പേര് ഹർഷക, രുദ്രേ, ഫൗസിയ, അങ്ങനെ തോന്നുന്നു. ഐ ഡോണ്ട് നോ. സോറി, ഞങ്ങൾക്കത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പേര് അങ്ങനെ തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. എല്ലാരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇതുപോലെ കട്ടയ്ക്ക്. ഇനി നിങ്ങളുടെ ഈ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ കമന്റ് ഇട്ട് ലൈക്ക് എന്നും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഇതുപോലെ തന്നെ. അപ്പം എല്ലാവർക്കും ബൈ. ഇനിയും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ടേക്ക് കെയർ. ബൈ. ലവ് യു ഗൈസ്.